വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം 4-ാമത്തെ അധ്യായം 59-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. ഓം. ഭർത്തുരഗ്രേ ബ്രവീദ്വാക്യം സ്തന്യം നാസ്തി കുചേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാതി ബാലകം മൽസ്വസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ താമാകാര്യ ഗൃഹേ രക്ഷ സാ തേർഭം പോഷയിഷ്യതി പതിനാ തൽകൃതം സർവം പുത്രരക്ഷണ ഹേതവേ പുത്രസ്യ ധുന്ധുകാരീതി നാമ മാത്ര പ്രതിഷ്ഠിതം. ഇപ്പോൾ ധുന്ധുലി ഈ ആത്മദേവൻ്റെ മുമ്പിൽ പറഞ്ഞു, എൻ്റെ മുലയിലൊന്നും പാലില്ല, ഞാനെങ്ങനെയാ മറ്റൊരാളുടെ മുല കൊടുത്തിട്ട് ഈ ഉണ്ണിയെ രക്ഷിക്കുക? എൻ്റെ അനുജത്തിയുടെ കുട്ടി പ്രസവിച്ചു, അനുജത്തിയുടെ കുട്ടി മരിച്ചു, അനുജത്തി പ്രസവിച്ചു എന്നൊക്കെ കേട്ടു. അപ്പോൾ അവർ വന്നിട്ട് പാല് കൊടുക്കുകയെന്ന് വെച്ചാൽ സ്വന്തമാണല്ലോ, എന്താ വേണ്ടേ? അപ്പോൾ മറ്റൊരാൾ കൊടുക്കുമ്പോൾ അത് വിഷമമായിട്ട് വരും. ഇപ്പം അതുണ്ടാവില്ല. എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്താ വേണ്ട വെച്ചാൽ അത് ചെയ്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അനുവദിക്കുകയും ചെയ്തു. കുട്ടിക്ക് ജാതകർമ്മ നാമകരണാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ധുന്ധുകാരി എന്ന് കുട്ടിക്ക് പേരുണ്ടു. ഭർത്തുഹു അഗ്രേ അബ്രവീത് വാക്യം. ഭർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു വാക്യം. ഭർത്തുഹു അഗ്രേ അബ്രവീത് വാക്യം. ഭർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, വാക്യം പറഞ്ഞു. എന്താണ്? സ്തന്യം ന അസ്തി കുചേ മമ. എൻ്റെ മുലയിൽ പാലില്ല. സ്തന്യം ന അസ്തി, പാലില്ല. കുചേ മമ, എൻ്റെ മുലയിൽ പാലില്ല. അന്യസ്തന്യേന, അന്യരുടെ സ്തന്യം, അന്യരുടെ മുലപ്പാൽ കൊണ്ട് നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം. അന്യരുടെ സ്തന്യം കൊടുത്തുകൊണ്ട് വയ്ക്കുമോ? പിന്നെ പാല് കൊടുക്കാതെ കണ്ട് എങ്ങനെയാണ് ഈ കുട്ടി വളരുക? 2 ചോദ്യം. അന്യരുടെ പാല് കൊണ്ട് കുട്ടി വളർത്തുന്നത് ശരിയാണോ? അതേപോലെ പാല് കൊടുക്കാതെ കണ്ട് എങ്ങനെയാണ് ഈ കുട്ടി വളരുക? അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം. അന്യസ്തന്യേന പുഷ്ണാമി ബാലകം. മറ്റൊരു സ്ത്രീയുടെ ദുഗ്ധം കൊണ്ട് നമുക്ക് പാല് കൊടുത്തുകൊണ്ട് വളർത്താം. പക്ഷെ അത് അന്യരാവണ്ട, എന്നുവെച്ചാൽ ബന്ധുക്കളല്ലാത്തൊരാൾ വേണ്ട. പക്ഷേ നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം, പാല് കൊടുക്കാണ്ട് എങ്ങനെയാണ് കുട്ടിയെ വളർത്തുക? ഭർത്തുരഗ്രേ ബ്രവീദ്വാക്യം സ്തന്യം നാസ്തി കുചേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം മൽസ്വസായ പ്രസൂതായ. എൻ്റെ സ്വസായ എൻ്റെ സഹോദരി, സഹോദരി ആ പ്രസവിച്ചു. മൃദോ ബാലഹ, ആ ഉണ്ണി മരിച്ചു പോയത്രേ. മൃദോ ബാലഹ തു വർത്തതെ, ആ കുട്ടി മരിച്ചു പോയിട്ടാണത്രേ ആ സഹോദരി ഇപ്പോൾ പ്രസവിച്ച സമയത്ത് ദുഃഖിച്ചിരിക്കുന്നത്. താം ആകാര്യ ഗൃഹേ രക്ഷ, കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ആ നമ്മുടെ ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി സാ തേ അർഭം പോഷയിഷ്യതി, അങ്ങയുടെ മകനെ ഈ അനുജത്തി രക്ഷിച്ചോളും, പോഷിപ്പിച്ചോളും. താം ആകാര്യ, അവളെ കൊണ്ടുവരാം, അനിയത്തിയെ കൊണ്ടുവരാം ഗൃഹേ. എന്നിട്ടോ രക്ഷ ചെയ്യാം. എന്താ ആരാ രക്ഷ ചെയ്യുക? ആ അനിയത്തി രക്ഷ ചെയ്തോളും. തേ അർഭം, അവിടുത്തെ പുത്രനെ, ആത്മദേവൻ്റെ പുത്രനെ. പോഷയിഷ്യതി, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എൻ്റെ അനുജത്തി വന്നോട്ടെ. ഇതാണ് വാക്ക്. മൽസ്വസായ എൻ്റെ സഹോദരി പ്രസൂതായ മൃദോ ബാലഹ, എൻ്റെ സഹോദരി പ്രസവിച്ചു, ആ ഉണ്ണി മരിച്ചു. അങ്ങനെയാണ് അത്രേ കഴിയുന്നത്. തു വർത്തതേ,
താം ആകാര്യ ഗൃഹേ ആ സ്ത്രീയെ കൊണ്ടുവരിക, അനിയത്തിയെ കൊണ്ടുവരിക. എന്നിട്ട് രക്ഷിക്കാം. ആരെ രക്ഷിക്കുക? ആ പെൺകുട്ടി, ആ മറ്റേ എൻ്റെ അനിയത്തിയെ രക്ഷിക്കും. തേ അർഭം, അവിടുത്തെ മകനെ പോഷയിഷ്യതി, മറ്റേ സ്തന്യം കൊടുത്തുകൊണ്ട് വളർത്തിക്കോളും. മൽസ്വസായ പ്രസൂതായ മൃതോ ബാലസ്തു വർത്തതേ താമാകാര്യ ഗൃഹേ രക്ഷ സാ തേർഭം പോഷയിഷ്യതി. പതിനാ തൽകൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ധുന്ധുകാരീതി നാമ മാത്ര പ്രതിഷ്ഠിതം. പതിനാ തൽകൃതം സർവം, ആത്മദേവനാൽ, ഭർത്താവിനാൽ, അച്ഛനാൽ, തൽകൃതം സർവം, അതെല്ലാം ചെയ്തു. അതേപോലെ തന്നെ തൽകൃതം പുത്രരക്ഷണ ഹേതവേ, പുത്രനെ രക്ഷിക്കുക എന്ന ആവശ്യപ്രകാരം അത് ചെയ്തു. പുത്രസ്യ ധുന്ധുകാരി ഇതി നാമ, ധുന്ധുകാരി എന്ന പുത്രന് നാമകരണം ചെയ്തു. മാത്ര പ്രതിഷ്ഠിതം, അമ്മയുടെ കൊടുക്കുകയും ചെയ്തു. പതിനാ ധുന്ധുകാരി ഇതി നാമ മാത്ര പ്രതിഷ്ഠിതം. അപ്പോൾ കുറച്ച് അമ്മയ്ക്കും കൂടി ഈ ഒരു താല്പര്യം, മകന് ധുന്ധുകാരി നിട്ടാൽ മതി എന്ന്. ഇനി അതിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ ധുന്ധുകാരിയുടെ അർത്ഥം എത്രത്തോളം ചീത്തയാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോണില്ല. മോശമാണ്, ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ മോശമാണ്. ഇനി ആ സ്വഭാവം കൊണ്ട് നമ്മൾ പറയും, അതുതന്നെയാണ് ധുന്ധുകാരിയുടെ അർത്ഥം. നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു രീതിയിലുള്ള ധുന്ധും, അങ്ങനെ ഒരു കാര്യമാണ് ധുന്ധും കാര്യമാണ്. അപ്പോൾ അത്ര ഇഷ്ടമാവില്ല അത് സാരം. അത് സ്വഭാവത്തിലൂടെ അതാ അമ്മയുടെ ഇങ്ങനെയാണ് അബദ്ധം പറ്റുക. ചിലപ്പോൾ കുറുക്കി കൊള്ളും. ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധം ഇല്ലേ, അങ്ങനെ വരാറുണ്ടല്ലോ. ചില വാക്കുകൾ അങ്ങനെ പറയാം, അയ്യോ അതങ്ങനെ തന്നെ ആയി കേട്ടോ, സംഭവിച്ചു പോയി, ഗുളികൻ. എന്തായാലും ആ പേരങ്ങനെ ആയിപ്പോയി. അപ്പം അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് പേരിട്ടതാണ്. പതിനാ തൽകൃതം സർവം, ഭർത്താവിനാൽ, ആത്മദേവനാൽ അതെല്ലാം ചെയ്തു. പുത്രരക്ഷണ ഹേതവേ, ആ സ്ത്രീയെ കൊണ്ടുവന്നു, മുല കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടായി. എല്ലാ ദിവസവും വരും, പാല് കൊടുക്കും. എന്നിട്ട് ആ സ്ത്രീ അനുജത്തി, ധുന്ധുരിയുടെ അനുജത്തി. പുത്രസ്യ ധുന്ധുകാരി ഇതി നാമ ചകാര, അങ്ങനെ ധുന്ധുകാരി എന്നുള്ളത് പേര് മകനിട്ടു. അത് മാത്ര പ്രതിഷ്ഠിതം, അമ്മയുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് എന്നും കൂടി. ഭർത്തുരഗ്രേ ബ്രവീദ്വാക്യം സ്തന്യം നാസ്തി കുചേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം മത്സ്വസായ പ്രസൂതായ മൃതോ ബാലസ്തു വർത്തതേ താമാകാര്യ ഗൃഹേ രക്ഷ സാ തേർഭം പോഷയിഷ്യതി. പതിനാ തൽകൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ധുന്ധുകാരി ഇതി നാമ മാത്ര പ്രതിഷ്ഠിതം. ത്രിമാസേ നിർഗതേ ചാഥ സാ ധേനു സുഷുവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. 62-ാമത്തെ ശ്ലോകം. 3 മാസം കഴിഞ്ഞ സമയത്ത് തൊഴുത്തിലുണ്ടായിരുന്ന ആ പശു, ഈ ഫലം തിന്നതായിട്ടുള്ള പശു, സർവാംഗസുന്ദരനായിട്ടുള്ള സ്വർണ്ണ നിറത്തോടു കൂടിയ ഒരു നിർമ്മലനായിട്ടുള്ള ദിവ്യനായിട്ടുള്ള ഒരു ശിശുവിനെ പ്രസവിച്ചു. ത്രിമാസേ നിർഗതേ ച അഥ, 3 മാസം നിർഗതയെ പോയി കഴിഞ്ഞപ്പോൾ ച അഥ സാ ധേനു, ആ പഴം തിന്നതായിട്ടുള്ള ആ പശു സുഷുവേ അർഭകം പ്രസവിച്ചു, ഒരു നല്ല ഉണ്ണിയെ പ്രസവിച്ചു. അർഭകം ശിശുവിനെ. സർവാംഗസുന്ദരം, എല്ലാ അംഗങ്ങളും അവയവങ്ങളും വളരെ സുന്ദരമാണ്. സാധാരണഗതിയിൽ ഇതൊക്കെ ഈ അളവ് പ്രകാരം എന്നാണെന്നാണ്. അളവ് ഒരു പ്രത്യേക അളവാണ്. കണ്ണിനൊരളവ്, മൂക്കിനൊരളവ്, കയ്യിന് കാലിനൊക്കെ അളവുണ്ട്. ഷെയ്പ്പും അളവും തമ്മിൽ യോജിപ്പിച്ച രീതിയും ഒക്കെ സൗന്ദര്യത്തിന് കാരണമാണ്. ഒക്കെ മെഷർമെൻ്റാണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് കറക്റ്റാണെങ്കിൽ, ഘടന ശരിയാണെങ്കിൽ, യോജിപ്പിക്കൽ ശരിയാണെങ്കിൽ, അപ്പോഴാണ് അതിൻ്റെ കണ്ണായാലും ചെവിയായാലും മൂക്കായാലും പുരികായാലും നെറ്റിയായാലും കാലായാലും കൈയായാലും ചുണ്ടുകൾ അടക്കം എല്ലാറ്റിനും ഷേപ്പുണ്ട്. ആ ഷേപ്പ് കറക്റ്റാണെങ്കിലേ സൗന്ദര്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അതും അച്ഛൻ്റെ ഛായ ഉണ്ടെങ്കിൽ സുന്ദരൻ, അച്ഛൻ്റെ ഛായ ഇല്ലെങ്കിൽ സുന്ദരനല്ല. അതേപോലെ
സുന്ദരി ആരാണ്? സ്വതേ നമ്മൾ പിഞ്ചു കുട്ടികളെ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ സുന്ദരി എന്ന് പറയാറുണ്ട്. അത് ഒരേപോലെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അമ്മയുടെ ഛായയാണ് സൗന്ദര്യത്തിന് മാനദണ്ഡം. എങ്കിലും സുന്ദരി എന്നുള്ള ഭാഗവത പ്രകാരമുള്ള ഒരു നിയമം, സുന്ദരി നമ്മൾ സാധാരണഗതിയിൽ പറയുക അതിൻ്റെ ഒരു ഭാവത്തെ പ്രയോജിക്കുന്നത് ഭർത്താവിനാണ്. അപ്പോൾ ഭർത്താവ് എത്ര കാലമാണോ ഈ സ്ത്രീയെ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് ആരാധന പോലെ അല്ലെങ്കിൽ ആവശ്യം പോലെ കണക്കാക്കുന്നത്, ബഹുമാനത്തോടു കൂടിയിട്ട് മാതൃഭാവേന, അതല്ലെങ്കിൽ അതിൻ്റെ മാക്സിമത്തിലുള്ള ഭാവത്തിൽ അർഭകഭാവേന മാതൃഭാവേന, അർഭകം എന്ന് പറയുമ്പോൾ ഈശ്വരഭാവമാണ്, ഈശ്വരി എന്നുള്ള നിലയ്ക്ക് അമ്മയായിട്ടും ഈശ്വരിയായിട്ടും ഒക്കെ കണക്കാക്കണം ഭാര്യയെ. അമ്മയെ എന്ന് വിളിക്കുന്ന ഭർത്താവുണ്ട്, ഭാര്യയെ അമ്മയെ എന്ന് വിളിക്കുന്ന ഭർത്താവുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് ദഹിക്കും ചോദിച്ചാൽ എനിക്ക് ശരിയാണ്, പക്ഷേ എനിക്ക് അനുഭവമുണ്ട്. സ്വന്തം ഭാര്യയെ അമ്മയെ എന്ന് വിളിക്കാൻ തോക്കാനുള്ള മാനസിക ഉയർച്ച വന്ന മഹാത്മാക്കൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞാൽ മനസ്സിലാവണമെന്ന് വെച്ചാൽ ലേശം പ്രയാസമുണ്ട്. ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് എന്നെ പലരും നിഷേധിക്കുന്നത്. എനിക്ക് ആ നിഷേധം വിഷയമല്ല. കാരണം എൻ്റെ അനുഭവം ഞാൻ പറയാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവരെ നമസ്കരിച്ചിട്ടുമുണ്ട്. അവരെ ബഹുമാനത്തോട് കൂടിയിട്ട് അവരെ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ കുട്ടികളുടെ അച്ഛൻ, കുട്ടികളുടെ അമ്മ എന്ന നിലയ്ക്ക് കണക്കാക്കണം. ഒരു തർക്കത്തിൽ വന്നിട്ടുണ്ടത്രേ, അമ്മയും പെങ്ങളും മകളും ഒക്കെ ആയിട്ട് കണക്കാക്കണ്ടേ, ഭാര്യയെ ഒഴിച്ച് ബാക്കിയുള്ളവരെ, അങ്ങനെയാണ് സമർത്ഥിച്ചത്. അപ്പോൾ അതിൻ്റെ വാദം വന്നത് ഈ സന്താനഹേതു അതൊരു ആ ഒരു തൽസമയം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മാതൃഭാവം ആണ് എന്ന് സമർത്ഥിച്ചു. സന്താനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഭാവമുണ്ട്, എല്ലാവർക്കും അറിയാം. അത് ഒഴിച്ച്, അത് ഭഗവാനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ആ കാമം ഭഗവാനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒഴിച്ച് ബാക്കിയുള്ള സമയത്തൊക്കെ ഈ സ്ത്രീ സഹചാരിണിയായിട്ടാണ് എവിടേക്ക് ഭഗവാങ്കലിലെത്താൻ വേണ്ടിയിട്ട് ഭർത്താവിനെ സഹായിക്കുക എന്ന ഒപ്പം നടക്കൽ ചെയ്യുന്നു. തുല്യതയാണ്. ആ ജീവൻ അമ്മയാണ്, മാതൃഭാവമാണ്, പ്രകൃതി. ഈ സ്ത്രീയിൽ നിന്നും പ്രാകൃത ഭാവത്തിൽ കിട്ടുന്നതിനെ കൊണ്ടാണ് ഈ ഭർത്താവ് ഭഗവാങ്കലിലെത്താൻ വേണ്ട കർമ്മങ്ങളെ ചെയ്ത് സമർപ്പിക്കുന്നത് ഭഗവാന്. ഇതൊക്കെ വേദങ്ങളുടെ അർത്ഥം കേട്ടോ. വേളിയത്തിൽ ചില റിക്കുകളൊക്കെ ഇങ്ങനെ അർത്ഥം നല്ലോണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അർത്ഥം കിട്ടും. അതാണ് സഹധർമ്മം ചരത എന്ന്. ആ വാക്കൊന്നുമല്ല, അതിൽ കുറേ ഉണ്ട്, കുറേ വലിയ ഒരു സൂക്തമാണ് വേളിയോത്ത്. അപ്പോൾ ഈ ഉണ്ണിയെ ഇപ്രകാരത്തിൽ കണ്ടു. ത്രിമാസേ നിർഗതേ ച അഥ സാ ധേനു സുഷുവേ അർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. അപ്പം ഇങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ദിവ്യമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള കനകപ്രഭമായിട്ടുള്ള ആ സുന്ദരനായിട്ടുള്ള ഉണ്ണിയെ പ്രസവിച്ചു. അപ്പോൾ ആരാ ഇവിടെ സുന്ദരി? ആരാ? പശുവാണ് സുന്ദരി. പശുവിന് ഏത് തരത്തിലുള്ള സൗന്ദര്യം ഉണ്ടാവുക? മാനസികമായിട്ടുള്ള സൗന്ദര്യം. അതിന് പ്രകടിപ്പിക്കാൻ പറ്റുമോ? അല്ല, നക്ക പിടിക്കുക, ഒരു വട്ടം ചാരി നിൽക്കുക, തിരക്കുക, ഇങ്ങനെയൊക്കെ കൊമ്പൗണ്ട് ഇങ്ങനെ ഒക്കെ, ഇങ്ങനെ പലതുണ്ട്. പശുവൊക്കെ നക്കിയാലേ അതിൻ്റെ നാവ് വളരെ റഫ് ആണ്. പാറകത്തിൻ്റെ ഇല കൊണ്ട് ഒരച്ച പോലെയാവും. ചിലപ്പോൾ മുറിഞ്ഞളയും, അത്രയ്ക്കുണ്ട്. നമ്മുടെ തൊലി കുറച്ച് വളരെ തിന്നാണ്. അപ്പോൾ നക്കിയാൽ ചിലപ്പോൾ തൊലി വേദനിക്കും. അതാണ്. നായ നക്കിയാൽ അത് മറ്റേ മിനുസാണ് നായയുടെ നാവ്. പക്ഷേ ഈ പശുവിൻ്റെ നാവ് വളരെ ഹാർഡാണ്, പറ്റില്ല, റഫാണ്. ഈ സർവാംഗ സുന്ദരമായിട്ടുള്ള ഈ ഉണ്ണിയെ പ്രസവിച്ച
ആ ഒരു ഭാവത്തെ ആ രീതിയിൽ തന്നെ ഭാഗവതം പറഞ്ഞു. അതാണ് ത്രിമാസേ നിർഗതേ, 3 മാസം കഴിഞ്ഞ സമയത്ത് അഥ ആ സമയത്ത് സാധേനു, ഈ ഫലം തിന്നതായിട്ടുള്ള പഴം തിന്നതായിട്ടുള്ള ആ പശു സുഷുവയർഭകം, നല്ലൊരു ഉണ്ണിയെ പ്രസവിച്ചു. സർവാംഗസുന്ദരം ദിവ്യം, എല്ലാ അംഗങ്ങളും സുന്ദരമാണ്, ദിവ്യമാണ്, കാഴ്ചയ്ക്കും ഭംഗിയുണ്ട്. അതേപോലെ ദേവനാൽ കൊടുക്കപ്പെട്ടത്, ദേവഭാവമുണ്ട്. നിർമ്മലം, ഒരു അശുചിയും ഇല്ല. കനകപ്രഭം, സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഉണ്ണിയെ പ്രസവിച്ചു. ത്രിമാസേ നിർഗതേ ചാഥ സാധേനോ സുഷുവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാദധേ മത്വ ആശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാം. ഇപ്പം ഈ പശുവിൽ നിന്നുണ്ടായ ആ ഉണ്ണിയെ കണ്ടപ്പോൾ കുറച്ചൊരാശ്ചര്യം ഉണ്ടായി ഈ ആത്മദേവൻ. ആ ബ്രാഹ്മണൻ തൻ്റെ ബാലന് അവിടെയും ജാതകർമാദി കാര്യങ്ങളൊക്കെ ചെയ്യണം, പേരിടുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആശ്ചര്യത്തിന് അതിൻ്റെ കാരണം എന്താണ് എന്നും അവിടെ ഇനി സൂചിപ്പിക്കും. അതുകൊണ്ടാണ് ഇനി ആ പേരും അപ്രകാരത്തിലായിടുക. ദൃഷ്ട്വാ പ്രസന്നഃ വിപ്രഹ തു, ദൃഷ്ട്വാ, ഈ ഉണ്ണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട്, എന്താണ്, കനകപ്രഭം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം, ആ ഉണ്ണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായി. മാത്രമല്ല അത് അനുഭവിപ്പിക്കുകയും ചെയ്തു, ബാക്കിയുള്ളവർക്ക് തൻ്റെ സന്തോഷത്തെ അനുഭവിപ്പിച്ചു. സംസ്കാരാൻ സ്വയം ആദധേ, ബ്രാഹ്മണനായതുകൊണ്ട് അതിന് ചില ജാതകർമാധികാരങ്ങളൊക്കെ സ്വയം ചെയ്യാൻ മറ്റൊരാൾ സഹായം വേണ്ട എന്ന കൂട്ടത്തിൽ അത് ചെയ്തു. മത്വ ആശ്ചര്യം, ഇതെല്ലാം ജനങ്ങൾക്കും ഒരാശ്ചര്യമായി. എന്താ അത് ആശ്ചര്യം? സർവേ ദിദൃക്ഷ അർത്ഥം സമാഗതാഹ, വീണ്ടും ഒരു അർത്ഥത്തെ കിട്ടിയല്ലോ. ജനങ്ങൾ എന്ത് ചെയ്തു? ഈ ആത്മദേവന്റെ രണ്ടാമത് ഉണ്ണി ഉണ്ടായപ്പോൾ അതേപോലെ തന്നെ പല തരത്തിലും അനുമോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ട് അത്യാശ്ചര്യത്തോടു കൂടിയിട്ട് വന്നു. അവരും അത് പ്രകടിപ്പിച്ചു. ഇത് ആത്മദേവന്റെ പുണ്യത്തിൻ്റെ ഫലമാണ് കേട്ടോ, 2 ഉണ്ണികളെ കിട്ടിയത്. ഒരു ഉണ്ണിയല്ലേ വിചാരിച്ചുള്ളൂ, 2 ഉണ്ണികളെ കിട്ടിയില്ലേ, മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ പശുവിൽ നിന്ന് ഉത്ഭവിച്ച ഈ ബാലനെ കണ്ടിട്ട് ആശ്ചര്യം ബ്രാഹ്മണനുണ്ടായ പോലെ തന്നെ ആ ബ്രാഹ്മണൻ ഒരു ഭാവഭേദ വ്യത്യാസങ്ങളും ഇല്ലാതെ കണ്ട് ജാതകർമാദികളൊക്കെ നിർവഹിച്ച ആ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം വളരെ ഇഷ്ടത്തോടും അത്ഭുതത്തോടും കൂടിയിട്ട് ഈ പുണ്യം വരണ സമയത്ത്, ഭാഗ്യം വരണ സമയത്ത് കൂടുതൽ വരുന്നു എന്നുള്ള അതിനെ അനുഭവിച്ചു എന്നാണ്. ദൃഷ്ട്വ പ്രസന്നഃ വിപ്രഹാതു, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ നന്നായിട്ട് തന്നെ സന്തോഷിച്ചു. സംസ്കാരാൻ സ്വയം ആദധേ, ആ ഉണ്ണിക്ക് വേണ്ടതായിട്ടുള്ള ജാതകർമാദി കാര്യങ്ങളെല്ലാം സംസ്കാരങ്ങൾ 16 സംസ്കാരങ്ങളാണ്, അത് നന്നായിട്ട് ചെയ്തു. മത്വ ആശ്ചര്യം ജനാഹ, ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കും വളരെയധികം ആശ്ചര്യമായി. സർവേ ദിദൃക്ഷാർത്ഥം, ഈ ഉണ്ണിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ദിദൃക്ഷ കാണാനുള്ള അത്യുത്സാഹം, അങ്ങനെ അതിനു വേണ്ടിയിട്ട് ദിദൃക്ഷാർത്ഥം, അത് കാണാനായിക്കൊണ്ട് സമാഗതാഹ നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ അവരെല്ലാം ഉത്സാഹത്തോട് കൂടിയിട്ട് ഈ ഉണ്ണിയെ കാണാൻ വേണ്ടി വന്നു. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാദധേ മത്വ ആശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗത ഭാഗ്യോദയോധുനാ ജാത ആത്മദേവസ്യ പശ്യത ധേന്വാ ബാല പ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ആത്മദേവന് ഇപ്പോൾ ഭാഗ്യമുണ്ടായിരിക്കുന്നു. പശുവിനുണ്ടായ ഈ ബാലൻ ദിവ്യസ്വരൂപനായിരിക്കുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അംഗങ്ങളൊക്കെ വളരെ സുന്ദരമാണ്, കനകപ്രഭം, മറ്റേ സ്വർണ്ണ നിറം. അപ്പോൾ ഇത് വല്ലാത്തൊരു കൗതുകമായി, ആശ്ചര്യമായി. ഇങ്ങനെ ജനങ്ങളും അന്യോന്യം ഈ ഭാഗ്യത്തെ അനുമോദിക്കുകയും ചെയ്തു. ഭാഗ്യോദയ അധുന, ഇപ്പോൾ ഇതാ ഭാഗ്യം ഉദിച്ചിരിക്കുന്നു ആത്മദേവന്. അധുന, പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ജാത, ഇപ്പോൾ ഉണ്ടായി. ഇത് ആത്മദേവസ്യ, ആത്മദേവന് ഭാഗ്യമുണ്ടായിരിക്കുന്നു. നോക്കൂ, പശ്യത, കാണൂ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, പരസ്പരം പറയുകയാണ്, ആത്മദേവന് ഭാഗ്യം ഉണ്ടായിരിക്കുന്നു. ധേന്വ ബാലഹ പ്രസൂത തു, സാധാരണ പശുവിന് പശുക്കുട്ടിയല്ലേ ഉണ്ടാവുക, ഇതാ ബാലനുണ്ടായിരിക്കുന്നത്, ഒരു മനുഷ്യക്കുട്ടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദേവരൂപി ഇതി കൗതുകം, നോക്കൊണ്ടു ദേവൻ, ഒരു ദേവനെ പോലെ തന്നെയാണ്. ദേവന്മാരുടെ രൂപത്തിനൊക്കെ സൗന്ദര്യം കൂടുതലാണ്.
അപ്പോൾ ഒരു ദേവത്വം ഈ ഉണ്ണിയിൽ കാണുന്നുണ്ട്, ഒരു ദിവ്യഭാവം ഈ ഉണ്ണിയിൽ കാണുന്നുണ്ട്. ഇത് ആത്മദേവൻ്റെ ഭാഗ്യല്ലേ? നോക്കൂ, എല്ലാവരും കാണൂ. ഭാഗ്യോദയ അധുന, ഭാഗ്യം ഉദിച്ചിരിക്കുന്നു ഈ ആത്മദേവന്. ജാത ആത്മദേവസ്യ പശ്യത, ഇപ്പോൾ ഉണ്ടായതായിട്ടുള്ള ഈ ഉണ്ണിയെ നിങ്ങളെല്ലാവരും കാണൂ. ആത്മദേവൻ്റെ ഈ ഭാഗ്യത്തെ നിങ്ങൾ അറിയൂ. ധേന്വ ബാലഹ പ്രസോദ തു, പശുവും കൂടി ഇതാ ഒരു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. മാത്രമല്ല ഉണ്ണിക്ക് ദേവരൂപി ഇതി കൗതുകം, ദേവത്വം, ദേവരൂപം ഇതാ കാണാനുണ്ട്. എല്ലാവരും ഇത് കാണൂ, മനസ്സിലാക്കൂ. ഭാഗ്യോദയോധുനാ ജാത ആത്മദേവസ്യ പശ്യത, ധേന്വാ ബാല പ്രസൂതസ്തു ദേവരൂപീ ഇതി കൗതുകം. ന ജ്ഞാതം തദ്രഹസ്യം തു കേനാപി വിധിയോ ഗത, ഗോകർണം ച സ തം ദൃഷ്ട്വാ ഗോകർണം നാമ ചാകരോത്. അപ്പോൾ ഈ സന്യാസി നൽകിയതായിട്ടുള്ള ഈ പഴം കൊടുത്തത് സന്യാസി യതി ആത്മദേവൻ കൊടുത്തത് പത്നിക്ക്. പത്നിയും ധുന്തുലിയുടെ അനിയത്തിയും കൂടിയിട്ട് സഖി ഉണ്ടാവും ചിലപ്പോൾ കൂടെ. ഏതായാലും അവർ തമ്മിൽ ചർച്ച ചെയ്തു, നമുക്ക് പരീക്ഷിക്കാം, പശുവിന് കൊടുക്കാം. അപ്പോൾ ഈ രഹസ്യം ആർക്കറിയാം? എന്നാൽ ജ്ഞാതം തത് രഹസ്യം, ആ രഹസ്യം ആർക്കും മനസ്സിലായില്ല. അതാകട്ടെ തു കേന അഭി, ആർക്കും ഏതെങ്കിലും പ്രകാരത്തിൽ ഒന്നും മനസ്സിലായില്ല. വിധിയോഗത, ഇതാണ് വിധി. വിധിയുടെ യോഗ്യതയായിട്ടുള്ള ഒരു ഫലം ഇതാണ് വിധിയോഗത. മാത്രമല്ല ഉണ്ണിയുടെ ചെവി പശുവിൻ്റെ ചെവി പോലെ, ഗോകർണം ച, അത് ഗോകർണ എന്നുള്ള ആ ഒരു പശുവിൻ്റെ ഒരു ചെവി പോലെയാണ് കണ്ടത് ആ ഉണ്ണിയുടെ ചെവി. ബാക്കിയൊക്കെ മനുഷ്യക്കുട്ടിയാണ്. ഗോകർണം ച സ തം ദൃഷ്ടുവ, അത് എല്ലാവരും കണ്ടു. ആ ആത്മദേവനും ഇങ്ങനെ ഉണ്ണിക്ക് ചെവി പശുവിൻ്റെ ചെവിയായിട്ട് കണ്ടപ്പോൾ ഗോകർണം നാമ ചാകരോത്, അപ്പോൾ ഗോകർണൻ എന്ന് പേരിട്ടു. വേറെ ഒന്നിനും ഇപ്പോൾ ആലോചിക്കാനില്ല, പശുവിൻ്റെ ചെവി ആ ഉണ്ണിക്ക്. അപ്പോൾ അതുകൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. 2 ചെവി ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മനുഷ്യക്കുട്ടി. ഈ ചെവി മാത്രം പശുവിൻ്റെ ചെവി പോലെ. ന ജ്ഞാതം തത് രഹസ്യം, ഇനി എന്തുകൊണ്ട് ഈ ഉണ്ണിക്ക് പശുവിൻ്റെ ചെവി ഉണ്ടായി എന്നുള്ള ആ രഹസ്യത്തെ ആർക്കും മനസ്സിലായില്ല. ന ജ്ഞാതം തത് രഹസ്യം തു കേനാഭി വിധിയോഗത, ഇതാണ് വിധി. ആ വിധിയോഗം കൊണ്ടാണ് മനസ്സിലാവാഞ്ഞത്. ഇനി എന്തുകൊണ്ട് ഈ വിധി ഇപ്രകാരത്തിൽ വന്നു? അത് ഈ യതി കൊടുത്ത ഫലമായിട്ട് അത് പശുവാണ് കഴിച്ചത്, അതുകൊണ്ടാണ്. അത് ആത്മദേവനും കൂടി മനസ്സിലായതുമില്ല. അതാ രസം. മനസ്സിലായി ഉണ്ടാവും കേട്ടോ, അത് വ്യംഗ്യമാണ് അല്ലെങ്കിൽ ഗൂഢമാണ്. ഗോകർണം ച സ തം ദൃഷ്ട്വാ, ചെവി പശുവിൻ്റെ ചെവി പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഉണ്ണിക്ക് ഗോകർണം നാമ ചാകരോത്, ഗോകർണൻ എന്ന് പേരും ഇട്ടു. കിയത് കാലേന തൗ ജാതൗ തരുണൗ തനയൗ ഉഭൗ ഗോകർണ പണ്ഡിത ജ്ഞാനി ധുന്ധുകാരി മഹാഖലാം. കിയത് കാലേന തൗ ജാതൗ, 2 പേരും ജനിച്ചതിൻ്റെ ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, വേഗം തന്നെ കിയത് കാലേന കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ക്രമേണയായിട്ട് എന്താ ചെയ്യുക? തരുണൗ തനയൗ ഉഭൗ, 2 പേരും താരുണ്യത്തിലെത്തി. അപ്പോൾ ശിശു, അർഭകൻ, പിന്നെ പൗഗണ്ഡൻ, കുമാരൻ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ അവർ താരുണ്യത്തിലെത്തി, ക്രമേണയായിട്ട് വളർന്നു എന്ന് സാരം. ഗോകർണ പണ്ഡിത, അപ്പോൾ ഗോകർണൻ ജ്ഞാനിയായിട്ടുള്ള പണ്ഡിതനായിട്ട് മാറി. സൂരി, ജ്ഞാനി, പണ്ഡിത, വിദ്യവാൻ, ഇങ്ങനെയൊക്കെ ധാരാളം അർത്ഥങ്ങളുണ്ട് ഈ അറിവുള്ളവർക്ക്. അപ്പോൾ ഗോകർണൻ പഠിച്ചതും വളർന്നതും ഒക്കെ സ്വതേ തന്നെ ആത്മാരാമനാണ്. വിദ്യ ഉണ്ട്, അതുപോലെ തന്നെ വളരുകയും ചെയ്തു. ധുന്ധുകാരിയാണെങ്കിലോ മഹാഖലനായിക്കൊണ്ട് ചതി, ദുഷ്ടത, 72 ചീത്തയുണ്ട്, മറ്റാൾക്ക് 121 നല്ലതുമുണ്ട്. അപ്പോൾ ധുന്ധുകാരി എന്തുകൊണ്ട് ഇപ്രകാരത്തായി തീർന്നു? അത് ആത്മദേവൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ധുന്ധുകാരിയുടെ അനിയത്തി പ്രസവിച്ചതാ. ആ കുട്ടിയുടെ ഈ വീട്ടിലെ സാഹചര്യങ്ങളും അവരുടെ മനോഭാവങ്ങളും ഒക്കെ വിപരീതമായതുകൊണ്ട് ഇങ്ങനെ ഖലനായിക്കൊണ്ട്, ഈ യോഗം എന്നേ പറയാനുള്ളൂ, വിധിയോഗത ഇത്രേ പറയാനുള്ളൂ. ധുന്ധുകാരി മഹാഖലനായിക്കൊണ്ട് ചീത്തയായിട്ടാണ് വളർന്നത്. ഇനി അതിൻ്റെ അങ്ങോട്ട് വിശദീകരിക്കണില്ല. കിയത് കാലേന തൗ ജാതൗ, 2 പേരും ജനിച്ചതിന് ശേഷം വളരെ വേഗം തന്നെ തരുണൗ തനയൗ ഉഭൗ, 2 കുട്ടികളും തനയൗ
ഉഭൗ രണ്ടുപേരും ഒരേപോലെ താരുണ്യം പ്രാപിച്ചു. ക്രമേണയായിട്ട് വയസ്സ് ഇങ്ങനെ 4 5 8 10 16 എന്ന് കൂട്ടുക. താരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മുതൽ അങ്ങോട്ട് തുടങ്ങാം താരുണ്യം. ഏതായാലും മറ്റേ തരുണന്മാരായി, താരുണ്യം വന്നു. ഗോകർണ പണ്ഡിത ജ്ഞാനി, വിദ്യാഭ്യാസം കൊണ്ടും ജന്മസ്വഭാവം കൊണ്ടും, അതേപോലെ യതിയുടെ അനുഗ്രഹം, ആത്മദേവന്റെ അനുഗ്രഹം, പശുവിൻ്റെ ആ ഭാവം, പല കാരണങ്ങളാണ്. ഏതായാലും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചു. അപ്പം ജ്ഞാനിയായി, പണ്ഡിതനായി. ധുന്ധുകാരിയാണെങ്കിലോ മഹാഖലനായിക്കൊണ്ടാണ് വളർന്നത്. ഇനി ധുന്ധുകാരിയുടെ ചില ദോഷവശങ്ങളെ ആണ് ഇനി പറയുന്നത്. നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പം ഈ ശ്ലോകത്തിൻ്റെ ഒടുക്കം തന്നെ ആ വരിയും കൂടി അങ്ങോട്ട് ചേർത്തു. രണ്ടുപേരെയും സ്വഭാവത്തെ താരതമ്യം ചെയ്തോളൂ. ഇപ്പം ഗർഭകാലത്ത് 5 മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിക്ക് കുറേശ്ശെ ബോധവും കാര്യങ്ങളൊക്കെ വരും. 7 മാസമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് വരും. ഇപ്പോൾ 5-ാം മാസം മുതൽ ഈ നെയ്യ് ജപിച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ വയറ് തൊട്ട് ജപിക്കുക. ഇപ്പോൾ മറ്റേ പണ്ടൊക്കെ വയറ് തൊട്ട് ജപിക്കലും വയമ്പ് കൊടുക്കലും, മറ്റേ വയമ്പ് കൊടുക്കലല്ല, എന്താ ഈ ആഹാരത്തിൽ ചില പഥ്യങ്ങൾ കാര്യങ്ങളൊക്കെ, അതിൽ ചില ഈ വേദങ്ങൾ പുരാണങ്ങൾ ഇതൊക്കെ ചേർത്തതായിട്ടുള്ള, എങ്ങനെ ചേർക്കുക, അത് കേൾപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതിലൊരു പുല്ലൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്ന ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അതിട്ട് തൊട്ട് ജപിക്കും. അങ്ങനെ തൊട്ട് ജപിച്ചാൽ അതും കൂടി ഈ ഭക്ഷണത്തിൽ ചേർക്കും. അതൊക്കെ ഈ ഉണ്ണിയിലേക്ക് അതിൻ്റെ പ്രഭാവം വരും. ആ പ്രാഭവത്തോടു കൂടി ഉണ്ണി ജനിക്കുമ്പോൾ ആ ഉണ്ണിക്ക് ഈ വിചാരങ്ങളൊക്കെ ഉണ്ടാവും. ഭാഗവത വേദ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5-ാം മാസം മുതൽ അത് കൊടുക്കാൻ തുടങ്ങാം എന്നാ പറയുക. അതേപോലെ തന്നെ ഗർഭിണികൾക്ക് ഈ പുരാണങ്ങളൊക്കെ കേൾപ്പിക്കണം എന്നാണ്. വേദം കേട്ടാൽ അത്ര മനസ്സിലാവില്ല, പുരാണങ്ങൾ കേൾപ്പിച്ചാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ കേട്ടാൽ ആ ഉണ്ണി അതിൻ്റെ ഉള്ളിൽ ആണോ പെണ്ണോ എന്നുള്ള പ്രശ്നമല്ല. ഉണ്ണി എന്നുള്ളത് ആണും പെണ്ണും ഒന്ന് തന്നെ, അതിൻ്റെ വ്യത്യാസമില്ല. അപ്പോൾ ആ ശിശു, ഗർഭസ്ഥ ശിശു ഇത് നല്ലോണം കേൾക്കും. കാരണം ആ സമയത്ത് ബോധം ഭഗവാൻ കൊടുക്കുന്നുണ്ട്, ത്രികാലജ്ഞ ഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നല്ലോണം ഉൾക്കൊള്ളാൻ സാധിക്കും. ഇത് സ്വഭാവത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റത്തിൽ ഈ വ്യത്യാസം വരും. ഇവിടെ പശുവിന് അതാണ് ഉണ്ടായത്. പശു സ്വയമേവ ഒന്നും ചിന്തിച്ചിട്ടില്ല, ചീത്ത വിചാരങ്ങളൊന്നുമില്ല. ഈ ധുന്ധുകാരി ആവട്ടെ വളർന്നത് ധുന്ധുലിയുടെ അനിയത്തിയുടെ ഗർഭത്തിലാണ്. അവിടെ ഇപ്പം ഇങ്ങനൊരു വിഷയമില്ല, കാരണം കുട്ടികൾ ധാരാളമാണ്. സാധാരണ പോലെ ഉണ്ടാവണം, ഗർഭം ഉണ്ടാവണം, പ്രസവിക്കണം, അത്രയേ ഉള്ളൂ. മാത്രമല്ല അവിടെ ലോഭം വന്നിട്ടുണ്ടാവും. എന്താണാവോ ആത്മദേവൻ ഞങ്ങൾക്ക് തരിക, ഈ ഉണ്ണി അവിടെ കൊടുത്താൽ. അച്ഛൻ്റെ ലോഭം, അമ്മയുടെ ലോഭം എത്ര വെച്ചാൽ ശരിയാ, കിട്ടിയത് പോരാ. ഇനി അത് കഴിഞ്ഞാൽ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെല്ലും, അപ്പോഴും കുറേ കിട്ടും. ഇങ്ങനെയുള്ള ലോഭബുദ്ധിയോട് കൂടിയിട്ട് പൈസ കൂടുതൽ വന്നാൽ എന്താ ഉണ്ടാവുക? സുഖിക്കാനുള്ള മോഹം. ഈ വിചാരങ്ങൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വന്നത് മുഴുവൻ ഈ ഉണ്ണിയിലേക്കും വന്നു. ആ ഉണ്ണിയിലേക്ക് വന്നതോ മുഴുവൻ ചീത്തയായി. അപ്പോൾ ആ പ്രകൃതിയിൽ മുഴുവൻ, സ്വഭാവത്തിൽ മുഴുവൻ ഈ ചീത്ത വന്നു. അതാണ് ധുന്ധുകാരി മഹാഖല. എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അടുത്തതിൽ പറയാം. ശ്രീ ഗുരുവായൂരപ്പ. അപ്പോൾ നമ്മൾ ഈ ഗർഭ ആയിരിക്കുന്ന സ്ത്രീകൾ, അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളും ഒരേപോലെ ഭാഗവതത്തെയോ രാമായണത്തെയോ ഒക്കെ കേൾപ്പിക്കുക. ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, ഇങ്ങനെയല്ലേ, ശിവപുരാണം, എന്തൊക്കെയാച്ചാൽ കേൾക്കാൻ പറ്റുക, ഗീത ഒക്കെ കേൾപ്പിക്കുക. നാരായണീയം, അതൊക്കെ വലിയ വലിയ പുണ്യമാണ്. അത് കേൾപ്പിച്ചുകൊണ്ട് വളർത്തുക, ശിശുവിനെ വളർത്തുക. ആകെ 3 മാസം 4 മാസമൊക്കെ പിന്നെ വളരാൻ പറ്റുള്ളൂ. ഈ പ്രസവിക്കുന്നത് വരെ അത് കേൾപ്പിച്ചു കൊണ്ടേയിരിക്കുക. നാമം ജപിപ്പിക്കുക. അവർക്ക് ഈ മറ്റേ യുദ്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക. വാക്കുകളെ കൊണ്ടാവാം, ആയുധങ്ങളെ കൊണ്ടാവാം, മറ്റ് പല കാര്യങ്ങളുണ്ട്. ചീത്ത വാക്കുകൾ പറയുക, രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുക, അങ്ങനെയല്ലേ. ഇതൊന്നും കേൾപ്പിക്കാതിരിക്കുക. എരിയും പുളിയും കഴിപ്പിക്കാതിരിക്കുക, കൊടുക്കരുത്. കുരുമുളകിൻ്റെ വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗം, ഇഞ്ചിയും കുരുമുളകൊക്കെ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ മുളകും പുളി, മരപ്പുളി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത് മോശമാണ്. അപ്പോൾ അത് എരിയും പുളിയും, അതേപോലെ ചൂട് അധികം ഉള്ളത് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ അതിൻ്റെ നിയമമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉണ്ണി സാത്വികനായിട്ട് വളരും. ഇതെല്ലാവരും ഭാഗവതന്മാർ, നമ്മളെല്ലാവരും, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാക്കുക.
ധുന്ധുലിയെ പോലെ ആവരുത്, ധുന്ധുകാരിമാരുണ്ടാവരുത്, അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മറ്റേ ധുന്ധുലിയുടെ അനിയത്തിയാണ്, എന്തെങ്കിലാവട്ടെ, അതുപോലെ ആവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.